കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, ശബ്ദത്തിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും,
പകൽക്കാലം ആദരങ്ങളെ ചലിപ്പിച്ചെല്ലാം മുട്ടും മടങ്ങും മുട്ടും മടങ്ങും എല്ലാം യേശു മാത്രം കർത്താവ്. എല്ലാം മുട്ടും മടങ്ങും എല്ലാ നാമം പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാം 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 മുട്ടും എല്ലാം ശബ്ദമേർത്ത് ഒരു നിമിഷം ശരീരപ്പടങ്ങളെ വിട്ട് ദേവസ്വം എഴുന്നേറ്റുന്നു. പകലിൽ ജീവനുള്ള ദൈവത്തിന്, നിങ്ങളെ നടത്തിയ ദൈവത്തിന് എല്ലാം മുട്ടും മടങ്ങും എല്ലാം മുട്ടും മടങ്ങും എല്ലാ നാമം പാടി യേശു കർത്താവ്. എല്ലാം മുട്ടും മടങ്ങും എല്ലാം മുട്ടും മടങ്ങും എല്ലാ നാമം യേശു എല്ലാം മുട്ടും മടങ്ങും എല്ലാം മുട്ടും മടങ്ങും എല്ലാ നാമം പാടിടും യേശു എല്ലാം മുട്ടും മടങ്ങും എല്ലാം മുട്ടും മടങ്ങും എല്ലാ നാമം പാടിടും യേശു എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാം മുട്ടും മടങ്ങും എല്ലാ നാമം പാടിടും യേശു കർത്താവ്. എല്ലാം മുട്ടും മടങ്ങും എല്ലാം മുട്ടും മടങ്ങും എല്ലാ നാമം പാടിടും യേശു എല്ലാം മുട്ടും മടങ്ങും എല്ലാം മുട്ടും മടങ്ങും എല്ലാ നാമം പാടിടും യേശു എല്ലാം മുട്ടും മടങ്ങും എല്ലാ നാമം പാടിടും യേശു കർത്താവ്. എല്ലാം മുട്ടും മടങ്ങും എല്ലാ നാമം
എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു മാത്രം കർത്താവ്. ആ കരങ്ങളെ തട്ടി ഇന്ന് പകൽ നല്ല കർത്താവിന് ഒരു ആരാധന കൊടുത്താൽ കരങ്ങളെ തട്ടി കരങ്ങളെ തട്ടി കരങ്ങളെ തട്ടി ഒരു നിമിഷം കണ്ണുകളൊക്കെ ദൈവസന്നിധിയിൽ അടച്ച് ഞാൻ ഈ പ്രാരംഭ നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് നോക്കി പ്രവചിക്കുന്നു. ഇന്നത്തെ ആരാധന കഴിയുന്നതിന് മുന്നേ ചിലരുടെ ആത്മതലങ്ങൾ ഓപ്പൺ ആവുമെന്ന് കർത്താവ് പറയാൻ, ചിലരുടെ ശുശ്രൂഷ തലങ്ങളെ ദൈവം ഓപ്പൺ ചെയ്യുമെന്ന് പറയുവാൻ, ചിലരെ നോക്കി നിങ്ങളും ദൈവമായ ഒരു യഥാർത്ഥ ഒരു ഫ്രീക്വൻസിയിലേക്ക് കർത്താവ് ഇന്ന് പകൽക്കാലം കണക്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ ദൈവത്തിന്റെ ഒരു ഫ്രീക്വൻസിയിൽ കണക്ട് ആയിട്ടില്ല എങ്കിൽ അങ്ങനെ ഉള്ളവർ നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി നിങ്ങളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഹെവൻലി ഫ്രീക്വൻസിയുമായി കണക്ട് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെ നോക്കി ഞാൻ പറയുന്നു, $230 വോൾട്ട് ലൈൻ കമ്പിയും 11 വോൾട്ട് 11 kV അതും തമ്മിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ട്. എന്നാൽ നിങ്ങൾ ഹെവൻലി ഫ്രീക്വൻസിയുമായി കണക്ട് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ചിലരെ 11 kV പോലെ അടുത്തൊരു ഷിഫ്റ്റിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക്, ഇന്നൊരു പ്രമോഷനോടെ ചിലരെ പുറത്തു കൊണ്ടുവരുന്ന പകൽക്കാലമാണെന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. അങ്ങനെയുള്ളവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ചില സെലക്ഷനുകൾ നടക്കും. കർത്താവ് ചിലർ ഇന്ന് പകൽക്കാലം ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യും. ഈ ലോകം തരുന്ന ഒന്നിനെയും നിങ്ങൾ വകവയ്ക്കാതെ, ഈ ലോകത്തെ നിങ്ങൾ ഭയപ്പെടാതെ ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി ഓടുവാൻ, ദൈവത്തിന്റെ വയലിലെ വേലക്കാരനായി തീരുവാൻ ഇന്ന് പകൽക്കാലം കുശവന്റെ കയ്യിലെ കളുമണ്ണ് പോലെ ദൈവസന്നിധി നിങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരു ഗാനം കൂടെ പാടി ഇന്ന് പകലിൽ ആരാധന കൊടുക്കാം. അതിനെ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാദാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാദാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാദാ, ശക്തരായി തീരാം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാദാ, ശക്തരായി തീരാം. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ,
ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ തിരുകൃപയല്ലോ ശരണമതെൻ്റെ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ തിരുകൃപയല്ലോ ശരണമതെൻ്റെ വൻകടങ്ങളകറ്റാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ മായയാമി ലോകം താരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരാൻ മായയാമി ലോകം താരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരുവാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയിൽ ജയത്തോടെ കുശവന്റെ കയ്യിൽ കാളിമണ്ണു പോലെന്നെ പണിയുക പരനെ തിരുഹിതം പോലെ കുശവന്റെ കയ്യിൽ കാളിമണ്ണു പോലെന്നെ പണിയുക പരനെ തിരുഹിതം പോലെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ കുശവന്റെ കയ്യിൽ കാളിമണ്ണു പോലെന്നെ പണിയുക പരനെ തിരുഹിതം പോലെ കുശവന്റെ കയ്യിൽ കാളിമണ്ണു പോലെന്നെ പണിയുക പരനെ തിരുഹിതം പോലെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയിൽ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ തിരുകൃപയല്ലോ ശരണമതെന്നെ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ തിരുകൃപയല്ലോ ശരണമതെന്നെ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ
യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനെ. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനെ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനെ. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനെ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാ സ്വർഗത്തിലും ഭൂമിയിലും
നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യന. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരും. യേശുവെ പോലാരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും. ഷട്ടാലറിമാനാഥ ശുടമന വൈഡവരാജകരാധിപന ശംദാര ശുടമന രഗടകരഗദര വൈഡം ലിമാനാഥാര ശൂഡാമാന റികോലോജോ ലാഷ്മന റികലരമനയ ദുരിലിരിമനയ ലിബരാഥരാല രാമന ദുരിലിരിമന ശ്മാതല രഗദുലിരിമന റിയാന്തേരിയ ലാദരാല റിമന ദുരിലിരിമന ലാഷ്മതല രഗദുലിരിമനയ. എല്ലാ ഭാരങ്ങളും മാറിക്കോട്ടെ, എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ അനുഗ്രഹം വരട്ടെ. ലാഷ്മതല രഗതല റിമനകദുലിരിമനയ റിയാന്തേരിയ ലാഷ്മതല രഗദോലോറോ ബോലോതോലോറോമോ ലാംബ്ര ലികതല രമന. ആത്മമണ്ഡലങ്ങൾ വർദ്ധിക്കട്ടെ, ആത്മതലങ്ങൾ ഓപ്പൺ ആകട്ടെ, ശുശ്രൂഷ തലങ്ങൾ ഓപ്പൺ ആകട്ടെ. ലാഷ്മതല രഗദുലിരിമന രഗതിലിയാന്തേരിയ ലാദരാല റിമന ദുരമന റിമനക രഗദുലിരിമന ലാഷ്മതലി റികതല രഗദുലിരിമന രഗതിലിയാൻ സ്മോട്ടോലോറോ. ജീവജലത്തിന്റെ നദികൾ ഒഴുകട്ടെ, ഉണർവിന്റെ കാറ്റ് വീശും, ദൈവിക അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ലാംബ്ര ലാകതല രഗതുലിരിമന ലാഷ്മതല രഗതല രമന തുലിരിമന റിമന ലരാകതല രമന. ഇന്ന് പകൽ അങ്ങ് പുതിയ ആൾക്കാരെ സെലക്ട് ചെയ്യണമേ. ചിലരെ അങ്ങ് സെലക്ട് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി. ലാതരല രമന ശ്മാതല രമന റികല രമന. ചിലരെ ഹെവൻലി ഫ്രീക്വൻസിയുമായി കണക്ട് ആകാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി. ലാതരല രമന ശ്മാതല രമന ഷാതല രമന റിമോനോ തോരോലോറോ വൈഡമന ഷിതാല രമന രകതിലിരിമ നിരികിതിലിരിമ ലിബാല ധരാല രമനയ ശ്മാതിലിരിമന ചൂടാരാചരാല റിമോനോലോറോ ലാഷതേലി റിമന ലരകതുലു റൊമന തുരിലിയാന്തരാല ശ്മാണ്ടല രമന റികല രമന തുരിലിരിയാൻ ഷേറ്റേലി റിമന. കർത്താവ്, ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ്, ഇതിനകത്ത് ഇന്ന് പകലിൽ ചിലരെ കർത്താവ് പുതിയ എണ്ണയെ തേപ്പിക്കും. ഇന്ന് പകലിൽ ചിലരുടെ മേൽ പുതിയൊരു അഭിഷേകത്തെ ദൈവം പകരും. ഞാനിപ്പോൾ ഒരു കാഴ്ച കാണുന്നത് ഒരു സ്വർണ്ണ കപ്പൽ കുറച്ച് എണ്ണ നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു. ആ എണ്ണ ഇന്ന് ചിലരെ അഭിഷേകത്താൽ നിറയ്ക്കും. ആ എണ്ണയാവും കർത്താവേ, ആ ദർശനത്തെ ഇന്ന് പകല് ഞാൻ ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. കർത്താവ്, അങ്ങക്ക് എന്താണ് ഇന്ന് പകല് ചെയ്യാനുള്ളത്? അങ്ങെന്താണോ ഞങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത്, ഇന്ന് പകലിൽ അങ്ങ് ചെയ്യണമേ കർത്താവ്. ഞങ്ങൾ അതിനെ മുറ്റുമായി സമർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ശബ്ദമെടുത്ത രാമയം പറഞ്ഞേ, ഒരിക്കൽ കൂടെ ശബ്ദത്തെടുത്ത രാമയം പറഞ്ഞേ. ആ കരങ്ങളടിച്ച് നല്ല കർത്താവിൻ്റെ മഹത്വം കൊടുത്ത കരങ്ങളടിച്ച്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു.
അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. എല്ലാവരും ഉറച്ചു പറഞ്ഞാട്ടെ. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശക്തി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അതിന് മുന്നിലുള്ള അധ്യായമൊക്കെ വായിക്കുകയാണെങ്കിൽ, അതിന് മുന്നിലുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. കർത്താവ് യോർദാൻ നദിക്കരയിൽ യോഹന്നാനാൽ സ്നാനമെടുത്ത് പിതാവിൻ്റെ ശബ്ദം കേട്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദം കേട്ട്, തന്നെ തൊട്ട് താഴെയുള്ള വചനത്തിനകത്ത് പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ പരീക്ഷിക്കപ്പെടുവാൻ തന്നെ മരുഭൂമിയിലേക്ക് നടത്തി. ആ മരുഭൂമിയിൽ 40 രാവും 40 പകലും താൻ ദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടുകയും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്ത് മടങ്ങി വരികയാണ്. 40 ദിവസം പിതാവാകുന്ന ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം താൻ പണിയപ്പെടുവാൻ മരുഭൂമിയിലേക്ക് പോയി. ആ പണിയപ്പെടാൻ പോയ കർത്താവ് അവിടെ വച്ച് പിതാവിനാൽ പണിയപ്പെട്ട് ഈ ലോകത്തിൽ എങ്ങനെ ഒരു വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന്, അല്ലെങ്കിൽ ദൈവശക്തിയുള്ള ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കാണിക്കാത്ത രീതിയിൽ ദൈവിക നിയോഗത്തോടെ ഗലീലയിലേക്ക് മടങ്ങി വന്ന്, ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്ന് അവൻ്റെ ചുറ്റുമുള്ള നാട്ടിലേക്കെയും തൻ്റെ ശ്രുതി പകരക്കുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ ചരിത്രത്തെക്കുറിച്ചാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനകത്ത് ഇന്ന് കൂടി വന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 2 രീതിയിൽ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് ശക്തി പ്രാപിക്കാം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. 2 രീതിയിലെന്ന് പറഞ്ഞാൽ, ഒരു രീതിയിലെന്ന് പറഞ്ഞാൽ 120 പേർ അപ്പോസ്തല പ്രവർത്തികളുടെ അകത്ത് 120 പേർ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിച്ചു. കർത്താവ് പറഞ്ഞതുപോലെയാണ് അവർ കാത്തിരുന്നത്. ദൈവശക്തിക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. തുടർന്നുള്ള സമയങ്ങൾ അത് ഞാൻ സംസാരിക്കാം. അപ്പോൾ അതിനകത്ത് കാത്തിരുന്ന 120 പേരുടെ മേലും ഒരുപോലെ ആരിറങ്ങി വന്നു? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഒരേപോലെ 120 പേരിൽ 120ഓളം പേർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ചിലപ്പോൾ 119 ആയിരിക്കാം, 118 ആയിരിക്കാം. എന്തായാലും 120-നകത്തുള്ള വ്യക്തികളുടെ മേൽ ഒരേപോലെ, ഒരേ അളവിൽ, ഒരേ സാന്നിധ്യത്തോടെ, ഒരേ കാഴ്ചയോടെ, ഒരേ പ്രവൃത്തിയോടെ ആരിറങ്ങി വന്നു? തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇറങ്ങി വന്നു. അവരെ നിറച്ചു. അവരുടെ നാവുകളിൽ പുതിയ ഭാഷ നൽകി. ഇതെല്ലാം നൽകി വന്നിട്ടും അതിനകത്തുനിന്ന് അടുത്തൊരു അപ്പോസ്തല പ്രവൃത്തി എഴുന്നേറ്റപ്പോൾ 12ഓളം പേര് മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. എത്ര പേരെ മേലാണ് ഒരേപോലെ ഇറങ്ങിയത്? 120 പേരെ മേൽ. തൊട്ടടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്തിട്ട് പറ, 120 പേരുടെ മേൽ ഇറങ്ങിയതുപോലെ തന്നെയാണ് ഇന്നും പരിശുദ്ധാത്മാവ് വരുന്നത്. നിനക്ക് വേണമെങ്കിൽ 12 ശിഷ്യന്മാർ ചെയ്തതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ആ ശക്തി ഉപയോഗിച്ച് പത്രോസ് എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ചെയ്യാം. ഏതാണോ നിൻ്റെ ആഗ്രഹം അത് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെച്ച് കർത്താവ് ചെയ്തു തരും. ഹല്ലേലൂയ. 120 പേരുടെ മേലും ഒരേപോലെ എന്ത് വന്നു? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടു. കാരണം കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഉയരത്തിലെ ശക്തി ലഭിക്കുന്നോളം കാത്തിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നതിന് ശേഷം എന്ത് ചെയ്യണം? ഗലീലയിലും യഹൂദയിലും ശമരയിലും പോയി സത്യസുവിശേഷം അറിയിക്കണം. ശക്തി ഉണ്ടെങ്കിലേ ശുശ്രൂഷിക്കുവാൻ കഴിയുള്ളൂ. ശക്തി ഉണ്ടെങ്കിലേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയവർ. കാരണം കഴിഞ്ഞ 3.5 വർഷക്കാലം കർത്താവിനോട് ചേർന്ന് നടന്നവരാണ് ഈ 120 പേരും. കർത്താവ് ചെയ്ത കാര്യങ്ങൾ കണ്ടവരാണ് 120 പേരും. തങ്ങളിൽ 12 പേരെയും, ആദ്യം 70 പേരും പിന്നീട് 12 പേരും കർത്താവ് മാറ്റി 82 പേരെ മാറ്റി കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് ഊതി അവരെ പറഞ്ഞയച്ചപ്പോൾ അവരിൽ നടന്ന പ്രവൃത്തി കണ്ടവരാണ് ഈ 120 പേരും. അവർക്കെല്ലാവർക്കും അറിയാം, ഈ ശക്തി, അത്യന്ത ശക്തി ഉണ്ടെങ്കിലേ കർത്താവ് ചെയ്തത് ഉപരിയായി നമുക്ക് ചെയ്യാൻ കഴിയുമെന്നറിയാം. പക്ഷേ കുറച്ച് പേർ എന്ത് ചെയ്തു? ഈ 120 പേരിൽ കുറച്ച് പേർ അവരുടെ ആവശ്യങ്ങൾക്ക് വന്നിരുന്നു. ഹല്ലേലൂയ. കുറച്ച് പേർ ആവശ്യം കഴിഞ്ഞ ശേഷം ഇറങ്ങിപ്പോയി കാണും. കുറച്ച് പേർ അടങ്ങി ഒതുങ്ങിയിരുന്ന് കാണും. ചിലവർ കുറച്ച് പേര് രാവിലെ വരും, വൈകുന്നേരം വരും, ഉച്ചയ്ക്ക് വരും. അങ്ങനെയായിരിക്കും. എന്തായാലും 120 പേർ അതിനകത്തുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ഇവർ ക്രമീകരിച്ചിരുന്നതെന്ന് അറിഞ്ഞില്ല. പക്ഷെ 12 പേർ ഉറപ്പിച്ചിരുന്നു. എന്ത് ചെയ്ത്? ഞങ്ങൾക്ക് ആരെ വേണം? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. ഹല്ലേലൂയ. ഞങ്ങൾ ഈ മാളിക മുകളിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ
കർത്താവ് പറഞ്ഞ ആ ശക്തി പ്രാപിച്ചിട്ടേ ഇറങ്ങൂ എന്ന് തീരുമാനമെടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും പരിശുദ്ധാത്മാവാം ദൈവത്തോട് അല്ലെങ്കിൽ കർത്താവിനോട് പറയുവാൻ കഴിയുമെങ്കിൽ, കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ ശക്തി ഇല്ലാതെ എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് എന്ന് പറയുവാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളെ വ്യത്യസ്തനാക്കുവാൻ കർത്താവ് ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല. അതിനകത്തൊരു ദൂതൻ്റെ കയ്യിൽ ഒരു ദണ്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അദ്ദേഹം നിങ്ങളുടെ അടുക്കൽ വരും. ദൂതനാലല്ല അഭിഷേകം പ്രാപിക്കുന്നത്. അത് പ്രത്യേകം ചിന്തിക്കുക. ദൂതനല്ല അഭിഷേകം തരുന്നത്, ദൂതനല്ല നിങ്ങളെ ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അധികാരത്തിൻ്റെ വടിയോടെ ഒരു മനുഷ്യൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് വരെ ഇരുന്നത് പോലെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് അവർ തെറ്റിപ്പോയെന്ന് ഞാൻ ഒരിടവും എഴുതിയിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് അവർ നശിച്ചു പോയെന്ന് ഒരിടവും എഴുതിയിട്ടില്ല. അവരെക്കുറിച്ച് പല കഥകളിൽ, പല പുസ്തകങ്ങളിൽ പിന്നീട് പലയിടത്തും വായിക്കുവാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിലും ഒരു പത്രോസിൻ്റെ മേൽ മാത്രമാണ് അധികം ശക്തിയോടെ കർത്താവ് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ആ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിച്ചപ്പോൾ 3000 പേർ തങ്ങളോട് ചേർന്നു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. സഭയോട് അല്ലെങ്കിൽ തങ്ങളോട് ചേർന്നു. തങ്ങളോട് ചേരുക എന്ന് പറഞ്ഞാൽ 3000 പേർ, അന്ന് അവിടെ കൂടി വന്ന 3000 പേർ പത്രോസിൻ്റെ പ്രസംഗം കേട്ടിട്ട് തങ്ങളോട് ചേർന്നു വിട്ടുണ്ടെങ്കിൽ ഈ 3000 പേരും സ്നാനം എടുക്കണം, അല്ലേ? തങ്ങളെല്ലാം അല്ലെങ്കിൽ 12 പേരും അല്ലെങ്കിൽ 120 പേര് സ്നാനമെടുത്തവരാണ്, യേശുവിന് വേണ്ടി ജീവിച്ചവരാണ്, യേശുവിന് ആഗ്രഹത്തോടെ നിന്നവരാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കണക്ക് കൂട്ടിയപ്പോൾ 12 പേരാണ് സ്നാനം കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരാൾക്ക് 250 പേരെ വെച്ച് സ്നാനം കൊടുക്കേണ്ടി വന്നതാണ്. ഹല്ലേലൂയ. എന്തായാലും തങ്ങളോട് ചേർക്കണമെങ്കിൽ കുറച്ച് നിയമ നടപടികൾ ഉണ്ട്, വിശുദ്ധിയും വേർപാടുമുണ്ട്, സ്നാനമുണ്ട്. എന്തായാലും സ്നാനം എടുക്കാതെ ഇവരോട് ചേരുവാൻ കഴിയില്ല. കഴിയുമോ? ഈ 12 പേരാണ് സ്നാനം കൊടുത്തെങ്കിൽ 250 പേര് ഏറ്റവും കുറഞ്ഞത് വേണം. ഒരു വ്യക്തിയുടെ കരത്തിൽ 250 പേരെ വെച്ച് കിട്ടി കാണും. ഹല്ലേലൂയ. അടുത്ത 2 അധ്യായം കഴിഞ്ഞിട്ട് 1 അധ്യായം കഴിഞ്ഞിട്ട് വീണ്ടും വായിക്കുമ്പോൾ 5000 പേര് ചേർന്ന് വന്നു. അപ്പോൾ എത്ര വെച്ച് എന്ന് കാണും? ഹല്ലേലൂയ. നിങ്ങളൊരത്ഭുതമാകണമെങ്കിൽ, നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, നിങ്ങളിലൂടെ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം എന്നും ക്രിസ്തുവിൻ്റെ കരത്തിൽ ആയുധമാക്കി തീരണമെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഈ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുകയോ ഇടയ്ക്കിടയ്ക്ക് വരികയോ പോവുകയോ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചിട്ട് പിന്നെ നന്ദിയില്ലാത്തവരായി ജീവിക്കുകയോ ചെയ്യുന്നതിന് പകരം ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയണം, എനിക്കൊരു പൂർണ്ണമായൊരു പുതിയ ഹൃദയം നൽകണം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി തരുന്നു. ആ കർത്താവ് എന്നെ എന്തിനാണോ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, ലോകാരംഭത്തിന് മുന്നേ എന്താണോ എന്നിൽ കണ്ടിരിക്കുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ എന്നെ എന്തിനാണോ കർത്താവ് കണ്ടിരിക്കുന്നത്, അത് ഇന്ന് ഈ പകൽക്കാലം മുതൽ വെളിപ്പെടണം. ഈ ഫെബ്രുവരി 1-ാം തീയതി എൻ്റെ ജീവിതത്തിനകത്ത് എനിക്കോ ഈ സഭയ്ക്കോ മറക്കുവാൻ കഴിയാത്ത രീതിയിലും എൻ്റെ ഇനിയുള്ള തുടർന്നുള്ള ആത്മീക ജീവിതത്തിനകത്ത് എനിക്ക് ഒരിക്കലും വിട്ടുകളയാൻ കഴിയാത്തതുമായ ഒരു ദിവസമായി ഇന്ന് മാറണം. ഹല്ലേലൂയ. പത്രോസിൻ്റെ മരണം വരെ പത്രോസ് മാളിക മോള് മറന്നു കാണില്ല. മറന്നു കാണുമോ? ഈ 120 പേരും മറന്നു കാണില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്തൊരനുഭവം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹമുള്ളവരുടെ മേൽ ദൈവം ഇന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആയതുപോലെ ഒരു വചനമാണ് നമ്മൾ ഇന്ന് കേട്ടത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ഹല്ലേലൂയ. കർത്താവ് ആത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ ശക്തി കർത്താവിൻ്റെ മേൽ പകരുവാൻ കർത്താവ് കൊടുത്തത് തൻ്റെ ജീവിതമാണ്. നമുക്ക് വേണ്ടി 2026 വർഷത്തിന് മുന്നേ കർത്താവ് കാൽവരി കുറിച്ച് തൻ്റെ ജീവനെ നൽകി. അവസാന തുള്ളി രക്തം വരെ നമുക്ക് നൽകിയെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. രക്തമാണ് ജീവൻ. അങ്ങനെയാണെങ്കിൽ ജീവന് അവസാന തുള്ളി ജീവന വരെ എനിക്ക് വേണ്ടി ആര് തന്നു? കർത്താവ് തന്നു. ആ തന്ന കർത്താവ് തിരിച്ച് എന്നോട് ചോദിച്ച ഒരൊറ്റ കാര്യമുള്ളൂ, നീ എനിക്ക് വേണ്ടി എന്ത് തരും? നിങ്ങളോടും ഇന്ന് ചോദിക്കുന്നു, അവസാന തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി തന്ന, അല്ലെങ്കിൽ ജീവനെ തന്ന എനിക്ക് വേണ്ടി നീ എന്ത് തരും? എന്ത് തരും? ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ കൊടുക്കാൻ ദൈവത്തിന്? നമ്മളെല്ലാം ദൈവത്തെ ആരാധിക്കുന്നത് എന്താണെന്നറിയാമോ? എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അങ്ങനെയല്ലേ?
ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും മറുപടി നടന്നില്ലെങ്കിൽ പാസ്റ്ററേയും വഴക്ക് പറയും, ദൈവത്തെയും പിറുപിറുക്കും. ലോകക്കാർ ജീവിക്കുന്നേക്കാൾ ഗതികെട്ട രീതിയിൽ ജീവിക്കാൻ കിട്ടും. ഇനി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാലും ലോകത്തിൻ്റെ മുന്നേ നമ്മൾ ദൈവത്തെ വെളിപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ എന്ത് ചെയ്യും? ലോക മനുഷ്യരെക്കാളും ഗതികെട്ട രീതിയിൽ വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. മനസ്സിലായി? കർത്താവ് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, എന്നോട് കർത്താവ് ചോദിച്ച ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്നോട് കർത്താവ് ചോദിച്ചത് 2026 വർഷത്തിന് മുന്നേ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി പകരം തരും, നീ എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി ഒന്നും പറയാനില്ലായിരുന്നു. കർത്താവ് എൻ്റെ ജീവിതം അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത്ര ചങ്കൂറ്റമുള്ള എത്ര പേരൊന്നും എന്തിനകത്തുണ്ട്? കർത്താവിന് ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ പറയാൻ. നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ജീവിതത്തിനകത്ത് വരാൻ പോകുന്ന നന്മകളെ, കർത്താവിന് ഹിതമില്ലാത്തത് എല്ലാം കളഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം കൊടുക്കുവാൻ കഴിവുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം കൊടുക്കുവാൻ ആരെങ്കിലും ഇതിനകത്ത് കഴിയുമെങ്കിൽ നിന്നെ കർത്താവ് ഈ 2026 മാനിച്ചിരിക്കും. അടുത്ത് വരാൻ പോകുന്ന റിവൈവൽ നീ കാണും. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഹല്ലേലൂയ പറയുന്നതും നിങ്ങൾ ഈ സ്വീകരിക്കുന്നത് എത്രത്തോളം ആഴമേറിയ രീതിയിലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനോട് പറയുന്നത് സത്യസന്ധമായിട്ടാണ്. ഈ അഭിഷേകം നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ കൊടുത്ത ആളാണ്, ഇനിയും കൊടുക്കും. എത്ര കാലം ഞാൻ ഈ ലോകത്ത് ജീവനോടെ ഇരിക്കുന്നു അത്രയും ദിവസം എൻ്റെ ജീവിതം ആർക്കായിരിക്കും? കർത്താവിനായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ജീവിതം കൊടുത്താൽ ഒരു പ്രത്യേകതയുണ്ട്, ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയില്ല, ഒരിക്കലും കൽപ്പന ലംഘിക്കുവാൻ കഴിയില്ല, ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകലുവാൻ കഴിയില്ല, ഒരിക്കലും ദൈവം നിന്ന വരുത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 40 ദിനവും 40 രാവും 40 പകലും പിതാവായ ദൈവത്തോട് ഇരുന്ന് പുത്രനായ ക്രിസ്തു പഠിച്ചതും അത് തന്നെയാണ് ഇനിയുള്ള തൻ്റെ ശുശ്രൂഷ. അതായത് പിന്നീടുണ്ടായിരുന്ന 3.5 വർഷക്കാലം തൻ്റെ ജീവിതം പൂർണ്ണമായ ആർക്കാണ്? പിതാവായ ദൈവത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആ മരുഭൂമിയിൽ വച്ച് തന്നെ പിതാവായ ദൈവം ശക്തിയാൽ നിറച്ചു. ആ ശക്തിയോടെ താൻ ഗലീലയിലേക്ക് കടന്നു വന്നു. ആ ശക്തിയുടെ മുന്നേ ഭൂതങ്ങൾ കീഴടങ്ങി, ആ ശക്തിയുടെ മുന്നേ ദുരാത്മാക്കൾ കീഴടങ്ങി, ആ ശക്തിയുടെ മുന്നേ രോഗാത്മാക്കൾ കീഴടങ്ങി, ആ ശക്തിയുടെ മുന്നേ മരണം കീഴടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തി ഈ നാളുകൾ ഇറങ്ങിയാലും ആ വ്യക്തിയുടെ മുന്നേ എല്ലാ കാര്യങ്ങളും കീഴടങ്ങും. കാരണം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധോലോകത്തിൻ്റെയും മുഴങ്കാലുകളെ മടക്കിയ ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി കൂടെ അതിനകത്ത് ചലിക്കും. നിൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു ശക്തി വേണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ മാത്രം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ആർക്ക് വേണ്ടി വിട്ടുകൊടുക്കണം? കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്താൽ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നീ മാറിക്കൊടുക്കും. ഹല്ലേലൂയ. നിൻ്റെ പേര് വർദ്ധിപ്പിക്കുവാൻ നീ നിൽക്കണ്ട, നിൻ്റെ യോഗ്യത വർദ്ധിപ്പിക്കുവാൻ നീ നിൽക്കണ്ട. പക്ഷേ നിന്നെക്കുറിച്ചുള്ള ശ്രുതി ദേശത്തിൻ്റെ മൊത്തവും ദേശത്തിൽ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും. എന്ത് ശ്രുതിയാണ് വെളിപ്പെടുത്തുന്നത്? എനിക്ക് വേണ്ടി ഇങ്ങനൊരു അഭിഷിക്തൻ അല്ലെങ്കിൽ എന്നെ പോലെ ജീവിക്കുന്നവൻ, എനിക്ക് പകരക്കാരനായി ഒരുവൻ എഴുന്നേറ്റിട്ടുണ്ടെന്ന് പറയും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് വിദേശ ശുശ്രൂഷക്കാരെ നോക്കുകയാണെങ്കിൽ, സ്വദേശത്തുകൊണ്ട് കേട്ടോ, നമ്മളെ എന്താ പറയുക, ഇന്ത്യയുടെ അകത്ത് വലിയൊരു ഉണർവ് നടത്തുന്ന ഒരു ദൈവമനുഷ്യനുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇന്നലെയും 2 ദിവസം മുന്നേയും നാഗപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ക്രൂസൈഡ് ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതിനകത്ത് കയറി വരുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളുടെ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഇന്ത്യയും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവർ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അവരുടെ മേൽ കർത്താവിൻ്റെ ജീവൻ വെളിപ്പെട്ടു. നിങ്ങൾ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്താൽ കർത്താവിൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെട്ടാൽ
നിങ്ങൾ നടക്കുമ്പോൾ അവിടെ ജീവൻ വെളിപ്പെടും. നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവിടെ ജീവൻ വെളിപ്പെടും. നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ജീവൻ വെളിപ്പെടും. നിങ്ങൾ സംസാരിക്കുന്ന വചനത്തിനകത്തും നിങ്ങളുടെ ശ്വാസത്തിനകത്തും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ഉത്തരത്തിലും നിങ്ങളുടെ എന്താ പറയുക നിഴലിൽ പോലും എന്തുണ്ട്? ആ ജീവൻ വെളിപ്പെടും. ഹല്ലേലൂയ. ആരൊക്കെ തിരുവചനത്തിനകത്ത് കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തോ, അല്ല ജീവിതം മാറ്റിവെച്ചോ, അവിടെ ഇവയെല്ലാം കർത്താവിൻ്റെ ജീവൻ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം 2026 ഫെബ്രുവരി 1-ാമത്തെ ഞായറാഴ്ച 1-ാം തീയതി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മേലും ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടും. അവൻ വെളിപ്പെട്ടാൽ നിങ്ങളുടെ മേൽ ജീവനും ജീവൻ്റെ അധികവും വെളിപ്പെട്ടാൽ നിങ്ങൾ മരണത്തെ കീഴടക്കുന്നവരായി തീരും. നിങ്ങൾ രോഗാത്മാക്കളെ കീഴടക്കുന്നവരായി തീരും. നിങ്ങൾ ഭൂതാത്മാക്കളെ കീഴടക്കുന്നവരായി തീരും. ഇന്ന് വരെ നിങ്ങൾ ഫേസ് ചെയ്ത എല്ലാ വിഷയത്തിൻ്റെ ഉത്തരം ആ ജീവനകത്തുണ്ട്. ഹല്ലേലൂയ. ആ ജീവൻ നിങ്ങളിൽ വെളിപ്പെട്ടാൽ നിങ്ങൾ ലോക മനുഷ്യരായി ജീവിക്കില്ല. ലോകത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കില്ല. ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടക്കില്ല. നിങ്ങളെ കർത്താവിന് വേണ്ടി വീണ്ടും 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 വിശുദ്ധനായ കർത്താവിന് വേണ്ടി, പരിശുദ്ധനായ കർത്താവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ റെഡിയാണോ? എത്ര പേർ റെഡിയാണ്? ഹല്ലേലൂയ. ജീവൻ ആർക്ക് കൊടുക്കണം? ജീവിതം ആർക്ക് കൊടുക്കണം? എൻ്റെ ജീവിതം ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. പ്രിയ സഹോദര സഹോദരി, ഇന്ന് വരെ നീ കാണാത്ത രീതിയിൽ കർത്താവ് നിന്നെ ഉപയോഗിച്ചു തുടങ്ങി. ആ ശക്തി ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ട്. ചിലരെ ശക്തീകരിക്കുവാൻ, ചിലരെ അഭിഷേകം ചെയ്യുവാൻ. ഇത് നന്നായി തിരിച്ചറിയാവുന്ന ആളാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യത്തെ ഭാഗങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർ തന്നോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കണം. എന്തിനു വേണ്ടി? വേറെ ഒന്നിനും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. ഈ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ എന്ത് ചെയ്യും? ജീവിതം കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കാൻ പറ്റാത്ത എന്തെന്നറിയാമോ? പലപ്പോഴും നമ്മൾ യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ രക്ഷിതാവാണ്, യേശു ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, യേശുവാണ് എന്നെ ഇങ്ങനെ നടത്തിയെന്നൊക്കെ സാക്ഷി പറഞ്ഞാലും പലപ്പോഴും നമുക്ക് പറ്റാത്ത എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുക്കാൻ നമുക്ക് പറ്റൂല. ഹല്ലേലൂയ. പണ്ടുള്ളൊരു ചൊല്ലില്ലേ, ഉത്തരത്തിലുള്ള എടുക്കുകയും ചെയ്യണം, കഷത്തിലുള്ളത് വീഴുകയും ചെയ്യരുത്. നമ്മളെല്ലാം അങ്ങനെയാണ്. ഉത്തരത്തിൽ നന്മ കാണുമ്പോൾ യേശുവിനെ കരമുയർത്തി സ്തുതിക്കും. അപ്പോഴാണ് കഷത്തിൽ ഇങ്ങനെ പഴയ കാര്യം ഓർമ്മിക്കുന്നത്, അതിനെ പിടിച്ചങ്ങ് വയ്ക്കും. ഹല്ലേലൂയ. ഉത്തരത്തിലുള്ള കിട്ടുകയുമില്ല, എന്തു ചെയ്യും? കഷത്തുള്ളത് വീണ് പോവുകയുമില്ല. വീണ്ടും പഴയതിനേക്കാളുള്ള ഗതികേടിലേക്ക് ജീവിതം മാറുന്നതിന് കാരണം ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. എന്താണ് കർത്താവ് പറഞ്ഞത്? കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുക, കർത്താവിൻ്റെ വചനം അനുസരിക്കുക, ഇണയില്ല പിണ കൂടരുത്, ലോക മനുഷ്യരുമായി ബന്ധം വയ്ക്കരുത്, നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. ഹല്ലേലൂയ. വിശുദ്ധിയും വേർപാടും നീ സൂക്ഷിക്കണം. നിന്റെ ഈ ശരീരം കർത്താവിൻ്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ശക്തി നിലനിൽക്കണമെങ്കിൽ ഇതെല്ലാം അനുസരിച്ചേ പറ്റൂ. അങ്ങനെ അനുസരിച്ച മറ്റൊരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആയിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്തിലാത്രേ ആയിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ സംസാരിച്ച എല്ലാ വചനവും എല്ലാ പ്രസംഗവും ജ്ഞാനത്താൽ, താൻ പഠിച്ച കഴിവ് കൊണ്ടോ തൻ്റെ വിദ്യാഭ്യാസ ഗുണം കൊണ്ടോ തൻ്റെ യോഗ്യത കൊണ്ടോ തൻ്റെ പ്രസംഗ കല കൊണ്ട് ആയിരുന്നില്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. താൻ എവിടെ പ്രസംഗിച്ചാലും, താൻ എവിടെ ചെന്ന് ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലും അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി എന്ത് ചെയ്തു? ആത്മാവിൻ്റെ ശക്തി തന്നിലൂടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അത് ദൃശ്യമാകുന്ന രീതിയിൽ, കാണത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ പറയുന്ന വാക്ക് സത്യമെന്ന് കർത്താവ് വെളിപ്പെടുത്തും. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചും പോന്നു. നിങ്ങൾ പറയുന്ന വചനം സത്യമെന്ന് ആര് വെളിപ്പെടുത്തും? കർത്താവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന സത്യമെന്ന് കർത്താവ് വെളിപ്പെടുത്തും. നിന്റെ ഭവനത്തിനകത്ത് നീ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം,
പക്ഷെ നീ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് നീ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് നിന്നോട് എതിർക്കുന്ന വ്യക്തികളോട് പറയണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഈ ഒരു വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ തുറന്നിരിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഈ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മാറിയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ കർത്താവ് അത് ഉറപ്പിക്കും. ഹല്ലേലൂയ. നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒപ്പിയെടുക്കുവാൻ ദൈവദൂതന്മാർ നിന്നോട് കൂടെ നിൽക്കും. നിന്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് മിറാക്കുലസ് വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നിന്നിലൂടെയും വെളിപ്പെടുന്നത് ലോക ജനം കാണും. കർത്താവ് ശക്തിയോടെ ഗലീലയിലേക്ക് കടന്നു വന്നപ്പോഴും അവിടുത്തെ ജനത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്, പരീക്ഷന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ന്യായശാസ്ത്രിമാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതിന് കാരണം ദൈവത്തെ കൊണ്ട് മാത്രം കഴിയുമെന്ന് പറഞ്ഞ കാര്യം ഒരു മനുഷ്യൻ ഇതാ നടന്നു ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം മാത്രം അത്ഭുതം ചെയ്യുമെന്ന്, സൗഖ്യം കൊടുക്കുമെന്ന് പറഞ്ഞെടുക്കുന്നിടത്ത് ഒരു മനുഷ്യൻ തൊടുമ്പോൾ, ആ ഒരു മനുഷ്യൻ എന്താ പറയുക, കരം വയ്ക്കുമ്പോൾ, ഒരു മനുഷ്യൻ ചെന്ന് ശീലാംകുളത്തിൽ ചെന്ന് മുങ്ങുക എന്ന് പറയുമ്പോൾ, ഒരുവൻ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ, ഇതെന്ത് അത്ഭുതമെന്ന് ജനത്തിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതം, നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി, ജീവിതം കർത്താവിന് വേണ്ടി കൈരം മാറിയാൽ നമ്മൾ പറയുന്നതും കർത്താവിൻ്റെ ആത്മാവിനാൽ അത് സംഭവിക്കും. ഈ 2026 നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നു, തിരുവചനം സത്യമാണെങ്കിൽ ഇതിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകില്ല എന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ഞാൻ പറയുന്നത് സംഭവിക്കും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തവൻ പറയുന്നത് സംഭവിക്കും. ജീവിതം കൊടുത്ത വ്യക്തി പറയുന്നത് സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞതിന് ഉദാഹരണമാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലോക ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന നന്മയെല്ലാം ചപ്പും ചവറുമായി തള്ളിക്കളഞ്ഞു. തനിക്കുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങൾ, തനിക്കുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകൾ, തനിക്കുണ്ടായിരുന്ന വില എല്ലാം മാറ്റിയിട്ട് യേശുവിന് വേണ്ടി തൻ്റെ ജീവിതം കൊടുത്ത് ത്യാഗം സഹിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? മറ്റുള്ള എല്ലാ ശുശ്രൂഷക്കാരും, മറ്റുള്ള എല്ലാ അപ്പോസ്തലന്മാരെക്കാളും തന്നെ ഉയർത്തി. ഹല്ലേലൂയ. എവിടെ നീ കർത്താവിനെ ഉയർത്തുന്നു അവിടെ നിന്നെ കർത്താവ് മാനിച്ചിരിക്കും. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, നീ കർത്താവിനെ ഉയർത്തിയാൽ നിന്നെ കർത്താവ് മാനിച്ചിരിക്കും. ഹല്ലേലൂയ. ബഹുമാനം അണിയിച്ചിരിക്കും. ദേശത്തിൻ്റെ മുന്നേ, കുടുംബത്തിൻ്റെ മുന്നേ നീ അനുഗ്രഹപ്പെട്ടവനായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളോട് ഇന്ന് പലരും ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയാൻ കഴിയാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പായും വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതം പൂർണ്ണമായും യേശുവിന് വേണ്ടി സമർപ്പിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു പടി പോലും താഴോട്ട് വരരുത്. ദിനവും 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 ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ വളർന്നു വരണം. ദിനവും 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 വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് നീ വളരണം. ദിനവും 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 ആരാധനയിൽ കർത്താവിനെ ഉയർത്തണം. ദിനവും 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 കർത്താവിനോട് അഗാധമായ ബന്ധത്തിലേക്ക് നീ വരണം. കർത്താവിൻ്റെ ജീവൻ നിന്നിൽ വെളിപ്പെടുവാൻ നിന്റെ ജീവിതം കർത്താവിന് കൊടുക്കണം. നീ കർത്താവിനോട് പറയണം, കർത്താവെ ഞാനോ കുറയണം അങ്ങ് വളരണം, ഞാനോ കുറയണം അങ്ങ് വളരണം, ഞാൻ കുറയണം അങ്ങ് വളരണം. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, ഞാൻ സംസാരിക്കുമ്പോൾ, ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ എല്ലാം അങ്ങ് എന്നിലൂടെ വെളിപ്പെടുന്നത് എനിക്ക് കാണണം കർത്താവെ എന്ന് പറയണം. ഹല്ലേലൂയ. അങ്ങനെ വെളിപ്പെടുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ നീ നിൻ്റെ ജീവിതത്തെ തന്നെ, ഈ ലോകത്തിൽ നിനക്ക് കിട്ടാവുന്ന നന്മകളായിരിക്കാം, നിനക്ക് കിട്ടാവുന്ന എന്താ പറയുക വിലകളായിരിക്കാം, നിനക്ക് കിട്ടാൻ പോകുന്ന എല്ലാ കാര്യാദികളും ദൈവത്തിൻ്റെ സന്നിധി ദൈവത്തിന് വേണ്ടി വേണ്ട 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 എന്ന് ത്യജിക്കുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, നീ സ്വർഗീയ പൗരനായി ഈ ദേശത്തിനകത്ത് വാഴ്ന്നു തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ജീവിതം കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. പൂർണ്ണമായും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നീ നിന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചാട്ടെ. പൂർണ്ണമായും നീ സമർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതം കർത്താവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. അങ്ങനെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. തൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ വെളിപ്പെട്ടുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇനി ദൈവശക്തി നിൻ്റെ മേൽ വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, 1 ശമൂവേൽ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ എന്ന് പറയുന്ന വാക്യങ്ങളിൽ, ആദ്യത്തെ രാജാവായി ശമൂവേൽ പ്രവാചകനിലൂടെ ശൗൽ എന്ന വ്യക്തിയെ അഭിഷേകം ചെയ്ത ശേഷം, ശമൂവേൽ പ്രവാചകനിലൂടെ യഹോവയായ ദൈവം ശൗൽ എന്ന രാജാവിനോട് അല്ലെങ്കിൽ വ്യക്തിയോട് പറഞ്ഞു, നിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടും, നീ പ്രവചിക്കും. ഹല്ലേലൂയ. അടയാളം കൊടുക്കുകയാണ്, സൈൻ കൊടുത്ത് വിടെയാണ്. നിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും, നീ എന്ത് ചെയ്യും? പ്രവചിക്കും. ഹല്ലേലൂയ.
തുടർന്ന് ഓരോ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ താൻ പറഞ്ഞതുപോലെ, ശമൂവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ താൻ തുടർന്നുള്ള സമയങ്ങളിൽ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രവാചകഗണം വരികയും അവരുടെ ഇടയിൽ വെച്ച് തൻ്റെ മേൽ ദൈവശക്തി വെളിപ്പെടുകയും താൻ പ്രവചിക്കുന്നതും ചെയ്യുന്നത് കാണാം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പ്രവചിക്കാം കേട്ടോ. ഇതിനകത്തിരിക്കുന്ന പ്രവാചകന്മാർക്ക് പ്രവചിക്കാം. പക്ഷെ ആ പ്രവചനം യഥാർത്ഥത്തിൽ ജീവൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ ജീവിതം കർത്താവിൻ്റെ കൊടുത്താൽ ആ പ്രവചനം, നീ പറയുന്ന പ്രവചനത്തിനകത്ത് ജീവൻ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇന്ന് കാണുന്നതിൽ പ്രവാചകന്മാരെന്ന് പറയുന്നതിൽ കുറച്ച് പേരുടെ മാത്രം പ്രവചനങ്ങൾ കൃത്യമായി ഫലിക്കുകയും മറ്റുള്ളവരുടെ പ്രവചനങ്ങൾ നടക്കാത്തതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ നടക്കുന്ന വ്യക്തികൾ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തതാണ്. ഹല്ലേലൂയ. ലോകത്തിൽ എന്ത് നന്മ കിട്ടിയാലും, എന്ത് കാര്യത കിട്ടിയാലും, എന്ത് സംഭവം കിട്ടിയാലും അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രവചിച്ച് കർത്താവിന് വേണ്ടി പ്രവചിക്കുകയും തുടർന്നുള്ള സമയങ്ങൾ രാജാവായം ചെയ്ത ഒരു വ്യക്തിയാണ് ശൗൽ എന്ന് പറയുന്ന രാജാവ്. അതേപോലെ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം പറയുന്നു, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട ഉടനെ യേശു തങ്കലിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ഒരുവൻ്റെ മേൽ ദൈവശക്തി ഉണ്ടെങ്കിൽ ആ ദൈവശക്തി നിറഞ്ഞു കവിയുന്നത് ആ വ്യക്തിക്ക് അറിയാൻ കഴിയും. ഹല്ലേലൂയ. നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്ത് നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവശക്തി വെളിപ്പെട്ട് ആ ദൈവശക്തി പുറത്തു പോകുന്നത് നിനക്കറിയാൻ കഴിയും. എൻ്റെ തൊട്ട് താഴെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. ശക്തി അവനിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. ഇതോടെ ചേർത്ത് മറ്റതുകൂടെ വായിക്കുക. അതായത് കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് എന്ത് വെളിപ്പെട്ടുകൊണ്ടിരുന്നു? ശക്തി വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്ത് ശക്തിയാണ്? സൗഖ്യമാക്കുന്ന ശക്തി. ഹല്ലേലൂയ. ഭൂതങ്ങളുടെ മേലുള്ള അധികാരത്തിൻ്റെ ശക്തി, മരണത്തിൻ്റെ മേലുള്ള അധികാരത്തിൻ്റെ ശക്തി, പിതാവായ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാം വെളിപ്പെട്ടുകൊണ്ട് നിന്ന വ്യക്തിയാണ് യേശു. ഹല്ലേലൂയ. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് എങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. താൻ ദൈവമായിരുന്ന വ്യക്തിയാണ്, എന്നാൽ ദൈവത്തെ പോലെ ജീവിക്കാതെ മനുഷ്യൻ്റെ രൂപമായി ജീവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ദേഹത്തിൽ നിന്നും ഇതേപോലെ ശക്തി വെളിപ്പെടുമെന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. കർത്താവ് സഞ്ചരിച്ചപ്പോൾ, കർത്താവ് തൊട്ടപ്പോൾ, കർത്താവിനെ തൊട്ടപ്പോൾ എല്ലാം ശക്തിയാണ് വെളിപ്പെട്ടത്. ഹല്ലേലൂയ. എവിടെ ശക്തി വെളിപ്പെടുന്നോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയിൽ, നീ ചെയ്യുന്ന നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ, നിന്റെ വ്യക്തിപരമായ എല്ലാ കാര്യാദികളിലും ദൈവശക്തിയോടെ നീ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനകത്ത് മറ്റുള്ളവരുടെ മുന്നേ ഒരു അത്ഭുതമായി നിനക്ക് ജീവിക്കുമെങ്കിൽ. ഹല്ലേലൂയ. നിന്നെ ആള് മാറി വരെ പോലെ കർത്താവ് ഉപയോഗിക്കുകയും അതിലുപരിയായി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയും മാത്രമല്ല ചെയ്യുന്നത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്തും ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം പറയുന്നു, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നത്. ദൈവരാജ്യത്തിനകത്ത് നിന്നാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് തിരുവചനം പഠിപ്പിക്കുന്നത്. ഞാൻ ദൈവരാജ്യത്തിനകത്ത് നിന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ, ദൈവരാജ്യം വെളിപ്പെട്ടാൽ എന്ത് ചെയ്യും? ഭൂതങ്ങൾ പുറത്താക്കപ്പെടും. ദൈവരാജ്യം വെളിപ്പെട്ടാൽ എന്ത് ചെയ്യും? സൗഖ്യം വെളിപ്പെട്ടു തുടങ്ങും. പക്ഷേ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് പോലെ വചനത്തിനകത്തൊന്നല്ല, ശക്തിയിലൂടെ മാത്രമേ വെളിപ്പെടുമെന്ന് തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് ദൈവരാജ്യമായി വെളിപ്പെടണമെങ്കിൽ, ദൈവരാജ്യത്തിനകത്ത് നിനക്ക് പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ മേലിൽ നിന്ന് എന്ത് വെളിപ്പെടണം? ശക്തി വെളിപ്പെടണം. ആ ശക്തിക്ക് വേണ്ടി നീ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമെന്ന് അത്രേ വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാണ് ഉള്ളത്. ഹല്ലേലൂയ. ഈ മൺപാത്രത്തിനകത്താണ് കർത്താവ് അത്യന്ത ശക്തി പകരുന്നത്. നിന്റെ ശരീരത്തിനകത്താണ് കർത്താവ് അത്യന്ത ശക്തി പകരുന്നത്. ഈ മൺപാത്രം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ ശരീരം കർത്താവിൻ്റെ മന്ദിരമെന്ന് നീ തിരിച്ചറിയുകയും ഈ ശരീരം കർത്താവിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്ന് പറയുകയും ഈ ശരീരത്തോടെ ഇരുന്ന് നീ കർത്താവിന് വേണ്ടി ജീവിതം മാറ്റി കൊടുക്കുകയാണെങ്കിൽ,
പ്രിയ സഹോദര സഹോദരി, ഈ മൺകുടാരത്തിൽ നിന്ന് അത്യന്ത ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. കാരണം അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ മൺകൂടാരം എന്ന് പറയാൻ കാരണം എന്തെന്നറിയാമോ? ഏത് നിമിഷവും വേണമെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് പോകാം. എത്ര പവർഫുള്ളായിട്ട് ഞാൻ നിന്നാലും ഒരു നിമിഷം കൊണ്ട് കർത്താവ് വിളിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? മടങ്ങി പോകണം. അങ്ങനെയുള്ള ഒരു മൺപാത്രത്തിനകത്ത് കർത്താവിൻ്റെ ആത്മാവിനെ പകരുവാൻ പിതാവായ ദൈവത്തിന് തോന്നിയതിനെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവിന് വേണ്ടി നമ്മൾ മാറിക്കൊടുത്താൽ, കർത്താവ് നമുക്ക് 2026 വർഷത്തിന് മുന്നേ തന്ന ജീവന് പകരം നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊടുത്താൽ, ഇന്ന് പകൽക്കാലം കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്ന് ചില വ്യക്തികളെ തൊടും. ഹല്ലേലൂയ. നിനക്ക് ചിലപ്പം കഴിവ് കാണില്ലായിരിക്കാം, ചിലപ്പം നിനക്ക് വിദ്യാഭ്യാസം കാണില്ലായിരിക്കാം, ചിലപ്പം നിനക്ക് ഈ പറയപ്പെട്ട യോഗ്യതകളൊന്നും കാണില്ലായിരിക്കാം, ചിലപ്പം നിനക്ക് ഇത് എങ്ങനെ പ്രാപിക്കണമെന്ന് പോലും അറിയില്ലായിരിക്കാം. പക്ഷെ നിനക്ക് നിൻ്റെ ജീവിതം കൊടുക്കാൻ അറിയാൻ പറ്റുമെങ്കിൽ, ഈ ലോകത്തിൽ നീ ഇന്ന് വരെ ജീവിച്ചു വന്നതും ഈ നാളുകൾ നിൻ്റെ ജീവിതത്തിനകത്ത് നിന്ന് വാക്കിലൂടെ ആയാലും പ്രവൃത്തിയിലൂടെ ആയാലും സംസാരത്തിലൂടെ ആയാലും ചിന്തയിലൂടെ ആയാലും രഹസ്യ ജീവിതത്തിലൂടെ ആയാലും കർത്താവിൻ്റെ നാമം ഇനി നിന്നിലൂടെ നശിക്കുകയില്ല, കർത്താവിൻ്റെ നാമം ഇനി നിന്നിലൂടെ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് നീ പറയുകയാണെങ്കിൽ, ഉറപ്പായും കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു, നിന്നെ കർത്താവ് ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ കഴിയുന്നവർ ഒന്ന് മാത്രം എന്ന് എഴുന്നേറ്റാട്ടെ. കർത്താവിന് വേണ്ടി എനിക്ക് ജീവിതം കൊടുക്കുവാൻ കഴിയും, എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്നെ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് എന്നെ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കി എഴുന്നേൽക്കുവാൻ കഴിയുന്നവർ ഒന്ന് എഴുന്നേറ്റാട്ടെ.